ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫാമിലി വ്ളോഗാട്ടോ. അതെ, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ചെറിയ കേക്ക് കട്ടിങ് സെറമണിയാണ്. ചെറിയ നമ്മുടെ ഫാമിലി മാത്രം, നമ്മുടെ ഫാമിലിയും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും. ഇതാണ് അക്കുച്ചേട്ടൻ, എൻ്റെ അളിയൻ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ഈവനിങ് എവിടെയെങ്കിലും പുറത്ത് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ആ കള്ള ചിരി കണ്ടോ? അച്ഛൻ്റെ എല്ലാ ഉടായ്പ സ്വഭാവവും ഇതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഈവനിങ് ഒരു ഡ്രൈവ് പോകാൻ തീരുമാനിച്ചു. വേറെ എവിടെയല്ല, ഡ്രൈവ് ചെയ്ത് എത്തിയത് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലാണ്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ആ പോർട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തുനിന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുമാത്രം വലുതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മൾ പോയ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പീസ്ഫുള്ളായി സമാധാനത്തോടെ ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് പേഴ്സണലി ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട് മൊത്തം ആൾക്കാരെ. നാട്ടിൽ നിന്ന് എൻ്റെ എല്ലാ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട് ഫാമിലി വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. ഇതാണ് എൻ്റെ ഗൾഫ് മാമൻ ആൻഡ് ചിൽ മാമി കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് വൈബിലാണ്. ഞാൻ യൂട്യൂബിൽ ഇടുന്നുള്ള പേടി കാരണം അച്ഛൻ ഡാൻസ് കളിച്ചില്ല ഗൈസ്. അങ്ങനെ ദ ബർത്ത്ഡേ ഗേളും എൻ്റെ അളിയനും ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് റെഡിയായി. നമ്മളെല്ലാവരും റെഡി ആവുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും കാറിലൊക്കെ വന്നു. നമ്മുടെ അളിയനാണ് നമ്മുടെ ഡ്രൈവർ. അങ്ങനെ കസിൻസ് എല്ലാവരും ഒറ്റ വണ്ടിയിൽ വരാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. ബിക്കോസ് വേറെ ആർക്കും വേറെ വണ്ടി വരാൻ താല്പര്യമില്ല. ബാക്കി എല്ലാവരും എന്താ പറയുക, മാമന്മാരൊക്കെ ഒരു വണ്ടിയിൽ, നമ്മൾ കസിൻസ് എല്ലാവരും ഒരു വണ്ടിയിൽ. അതായിരുന്നു പ്ലാൻ. എന്നാലല്ലേ ഒരു രസമുണ്ടാവും. അങ്ങനെ ഗൈസ്, നമ്മൾ ലീല ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ലീല റാവസ് ഈസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ റിസോർട്ട്. ഇറ്റ്സ് എ ക്ലിഫ് ടോപ്പ് റിസോർട്ട്. ആക്ച്വലി എൻ്റെ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൊച്ചിലേ തൊട്ട് ഈ റിസോർട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് വരാറും ഉള്ളതുകൊണ്ട് തന്നെ വെരി ഫെമിലിയർ. ഇവിടെ നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരു ടൈമെങ്കിലും പോകണം കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഈ കാണുന്നത് അറേബ്യൻ കടലാട്ടോ, അറേബ്യൻ സീ. ഈ ഹോട്ടൽ ആക്ച്വലി 51 വർഷം പഴക്കമുണ്ട്. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഹോട്ടൽ കാണാൻ. ലൈക്ക് സ്വിമ്മിംഗ് പൂളിലിരുന്ന് നമുക്ക് കടൽ കാണാൻ പറ്റും. ഈ ഹോട്ടലിൽ നല്ല ഭംഗിയാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും പോകണം. ഇതാ നമ്മുടെ ബർത്ത്ഡേ ഗേൾ നല്ല സുന്ദരിയായിട്ട് ഇവിടെ പോസ് ചെയ്തിരിപ്പുണ്ട്. എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ കറങ്ങി, ഞാനിങ്ങനെ ഹോട്ടലൊക്കെ ചുറ്റി. എന്തായാലും നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ വാഷ്റൂമിൽ പോയി മിറർ സെൽഫി എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ എൻ്റെ ഏറ്റവും ചെറിയ കസിനാണ് ഇത്, ഋതുപർണ. ഈ ഋതുപർണയുടെ ചേച്ചിയാണ് ഇപ്പുറത്തിരിക്കുന്നത്, സങ്കീർത്തന. അങ്ങനെ കുറച്ച് നേരം ഹോട്ടലൊക്കെ ചുറ്റിക്കറങ്ങി. എനിക്ക് വിശന്ന് ഞാൻ ഡൈനിങ് ഏരിയയിൽ പോയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടി ഗൈസ്. എല്ലാവരും കഴിച്ച് തീരാറായി, എന്നെ ആരും വിളിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓടിപ്പോയി എനിക്കും ഒരു സീറ്റ് ബുക്ക് ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത് ബൊഫയാണ്, നമ്മൾ പോയി കഴിക്കണം. അങ്ങനെ ഓടിപ്പോയി ബൊഫയൊക്കെ ട്രൈ ചെയ്തു. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത്ര മാത്രം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്. നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞ ഷെഫ് ഉണ്ടാക്കി തരും കേട്ടോ. അത് പിസ്സ ആയാലും ബട്ടർ നാൻ ആയാലും അപ്പം ആയാലും പൊറോട്ട ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ആൻഡ് ഫുഡ് ഈസ് വെരി ഗുഡ്. നല്ല ഫുഡായിരുന്നു. ഡെസേർട്ടും ജ്യൂസും ഡ്രിങ്ക്സും എല്ലാം, ലൈക്ക് മെയിൻ കോഴ്സ് അടക്കം എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവരുടെ ഒരു എന്താ പറയുക, സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയായാലും ഓരോ കാര്യങ്ങളും ഭയങ്കര പ്രത്യേകത, ഭയങ്കര ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് കോഴ്സ് ഓഫ് ഫുഡ്. ഇതാണ് എൻ്റെ സെക്കൻഡ് കോഴ്സ് ഓഫ് ഫുഡ്. ഇതാണ് ഡെസേർട്ട്സൊക്കെ. ഞാനധികം മധുരം കഴിക്കുന്ന ആളല്ല, പക്ഷേ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ സ്പെഷ്യൽ കേക്ക് വന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ 2ാമത്തെയോ 3ാമത്തെയോ കേക്ക് കട്ടിങ് സെറമണിയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, ഫുൾ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ അടിച്ചു പൊളിച്ച് ഫോട്ടോ സെഷനായി. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. ഇതാണ് എൻ്റെ അമ്മുമ്മ. ഇത് എൻ്റെ കുഞ്ഞമ്മയാണ്, എൻ്റെ ബീബാൻറ്റി. ഇതാണ് എൻ്റെ ഗൾഫ് മാമൻ.
കുട്ടമാമൻ. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മാമിയാട്ടോ, ശിഖമാമി. എല്ലാവരുടെയും വായിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഹോട്ടലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. പൂവൊക്കെ പറിക്കുന്നുണ്ട്. അതവിടെ ഇട്ടു. ഹോട്ടലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒത്തിരി വർഷം പഴക്കമുള്ളതുകൊണ്ട് അവരുടെ ആർക്കിടെക്ചർ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഭംഗിയാണ്. വേറെ ആരുമല്ല, എന്താ മയിൽ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇതിവിടെ സ്ഥിരമാണ്, അവരുടെ ക്യാൻറ്റീനിലൊക്കെ ഒരുപാട് വരും, അച്ഛൻ്റെ ഫ്രണ്ടാണ് മറ്റേതാണെന്ന്. അങ്ങനെ അച്ഛൻ ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ എനിക്കും ഫുഡ് കൊടുക്കാൻ തോന്നി. പക്ഷേ ഫുഡ് കൊടുത്തപ്പോൾ അത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അത് അച്ഛൻ്റെ അടുത്ത് എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത് നോക്കൂ. അങ്ങനെ എല്ലാവരും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ലക്കി ഡേ ആയിരുന്നു. ഒന്ന് മാത്രമല്ല, അതാ ഇവിടെയും നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മയിലിനെ കാണും. ഇതാ അവിടെ നിൽക്കുന്നുണ്ടോ? അയ്യോ, നേരിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയിലിനെ. നേരിട്ടാണ് എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ ഓരോരോ റൂംസാട്ടോ, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഓരോരോ സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം. ഒരു യാർഡ് പോലത്തെ ഒക്കെ സ്ഥലമുണ്ട്, പിന്നെ കുറേ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ സ്പായും കാര്യങ്ങളൊക്കെ വരുന്ന ആ സ്ഥലത്താണ്. അങ്ങനെ കുറേ നേരം നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ തന്നെയുണ്ട്. ഇതാണ് കോവളം കൊട്ടാരം പാലസ്. നമുക്ക് ഇവിടെയും താമസിക്കാം, അതായത് ഇവിടെയും റൂംസ് അവൈലബിൾ ആണ്. ഒരു പാലസ് വൺ ഡേ അല്ല, നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടോ അത്രയും ദിവസം നിൽക്കാം. അങ്ങനെ കുറച്ചുകൂടെ താഴോട്ട് പോയപ്പോൾ വീണ്ടും ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടു. ആ സ്വിമ്മിംഗ് പൂള് അടിപൊളിയായിരുന്നു. കറക്റ്റ് കടലിൻ്റെ അടുത്ത്. സ്വിമ്മിംഗ് പൂളും കടലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. തിരയടിക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ വരുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനത്തെ നമ്മളൊരു ഗസ്റ്റിനെ കണ്ടു, ക്രിക്കറ്റർ സഞ്ജു സാംസൺ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ ടാറ്റ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.